നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. വെറുതെ എന്നെ ശല്യം ചെയ്യാൻ ആരും അങ്ങോട്ടേക്ക് വരണ്ട. ഭരതേ, നിന്നെ കഴിഞ്ഞ് 4-5 കൂടുതലുണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് പറയാം, നിന്റെ ഈ അഹങ്കാരം നിന്നെ നശിപ്പിക്കത്തേ ഉള്ളൂ. ഓ, വരവ് വച്ചിരിക്കുന്നു. ഈ ഉപദേശത്തിന് നന്ദി. വാടി. നീ വിഷമിക്കാതെ. അവളുടെ ഒരു സ്നേഹപ്രകടനം വരാനല്ലേ പറഞ്ഞേ. വാടി. ഇവൻ എന്താടാ ഓരോ ദിവസം കഴിയും തോറും തല തിരിയുവാണോ? പോട്ടമ്മേ, ഇവനെവിടെ വരെ പോവാനാ? അവസാനം അമ്മയുടെ തന്നെ വരും. വരാതെ അവിടെ പോവാനാ? കഷ്ടം. ഇങ്ങോട്ട് വരാൻ. ഭരതേട്ട ഞാനൊന്ന് പറയട്ടെ. ഭരതേട്ട വിടാൻ. നീ എന്തിനാ എന്നോട് ചോദിക്കാൻ വീട്ടിലേക്ക് വന്നത്? ഭരതേട്ട, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ നമുക്കാരുടെയും ശാപം വേണ്ടെന്ന്. ഭരതേട്ടന് അറിയോ, മായിച്ചിയും ഭാനുവും കൂടെ ഭരതേട്ടൻ ഇന്റർവ്യൂ പാസ്സാവാൻ വേണ്ടി അമ്പലത്തിൽ പോയിരുന്നു വഴിപാട് നടത്താൻ. അമ്പലത്തിൽ പോയി വഴിപാട് നടത്തിയാൽ ഇന്റർവ്യൂ പാസ്സാവും തന്നോട് ആരാ പറഞ്ഞത്? അതെ, ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞാലേ ഇന്റർവ്യൂ പാസ്സാവത്തുള്ളൂ. ദൈവദോഷം പറയല്ലേ ഭരതേട്ട, വിശ്വാസങ്ങളാ നമ്മുടെയൊക്കെ നിലനിൽപ്പ് തന്നെ. എന്നാലേ എനിക്ക് ഇത്രയൊക്കെ വിശ്വാസം ഉള്ളൂ, പോരെ? ഭരതേട്ടന് ഇത് ആരുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നത്? ആന്റിയുടേതല്ല, അങ്കിളുടേതാണെങ്കിൽ ഭാവനച്ചി പോലെയാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. താനെന്താ ഞങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കാൻ വേണ്ടി വന്നാണോ? ഓ, ഞാൻ പറഞ്ഞേക്ക് അങ്ങ് തിരിച്ചെടുത്തു. ഇനി അതിന്റെ പേരിൽ പിണങ്ങണ്ട. എന്റെ അമ്മോ, എന്തേലും പറഞ്ഞ ചാടുതുള്ളി വരും. മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. ഇങ്ങനെ അയാൾ കടിച്ചു കൊല്ലൂലോ മനുഷ്യനെ. ഓ, ഒന്ന് ചിരിച്ചല്ലോ, അത് തന്നെ ധാരാളം. ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായെന്ന് താൻ ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നപ്പോഴാ ഇവിടെ വന്നത് എന്തിനാന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. എന്തായി, ഇന്റർവ്യൂ എളുപ്പമായിരുന്നോ? അതെ രതി, വളരെ ഈസി ആയിരുന്നു. ഉറപ്പായിട്ടും ഞാൻ പാസ്സാവും. സത്യം? ആ അതെ, ആ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാ ഞാൻ വീട്ടിലേക്ക് വന്നത്. അപ്പം താൻ അവിടെ ഇല്ല, പിന്നെ ദേഷ്യം വേണ്ടിയിരിക്കും. എന്നാ പിന്നെ ആന്റിയോട് ഇന്റർവ്യൂവിന്റെ കാര്യം പറയണ്ടായിരുന്നോ? വാ വാ. വിട്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട് ഭരതേട്ടാ, പെറ്റമ്മയാ, അത് മറക്കരുത്. താൻ ആ വിഷയം വിട്. എന്നിട്ട് അടുത്ത കാര്യം എന്താ വെച്ചാൽ പ്ലാൻ ചെയ്യാം. നമുക്ക് ആദ്യം വീട്ടിലേക്ക് പോവാം, എന്നിട്ട് ആലോചിക്കാം. അങ്കിളിൽ നിന്ന് വിളിച്ചു പറയണം. അതെപ്പോഴും അമ്മ പറഞ്ഞു കാണും. എന്നാലും നമ്മൾ പറയുന്നതല്ല അതിന്റെ ശരി. എന്നാ പറഞ്ഞേക്കാം. ആ ഭരതേട്ടാ, ഭാവനേച്ചി കൂടി ഇന്റർവ്യൂ കഴിഞ്ഞ കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഞാൻ പറയില്ല. ഇന്ന് രാവിലെ എന്നോട് കാണിച്ചതൊക്കെ നീയും കണ്ടതല്ലേ, അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയത്തില്ല. ഭരതേട്ടന്റെ ഈ സ്വഭാവം എനിക്ക് പിടിക്കാത്തത്. ഭാവനേച്ചിയോട് വേണം ആദ്യം പറയാൻ. ഞാൻ വന്നിട്ടുണ്ടേ പറയാൻ. താൻ വാ 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 വരാൻ വാ.